കളങ്കാവൽ മമ്മൂക്കയുടെ കളങ്കാവൽ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് നൗ മലയാളം സിനിമ ഈസ് കംപ്ലീറ്റ് ആസ് ദ മെഗാ സ്റ്റാർ ഇസ് ബാക്ക്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വില ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമയിൽ നിന്നൊരു ഗ്യാപ്പ് എടുത്തപ്പോ മലയാളം ഇൻഡസ്ട്രിക്ക് മാത്രമല്ല അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊരു സിനിമ ലവറിനും അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ പേഴ്സണലി മിസ് യു സോ മച്ച്. ഈ സിനിമയെ പറ്റിയിട്ട് കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് സൈനൈഡ് മോഹനന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥയാണെന്നൊക്കെ. അതിനെപ്പറ്റി പറയാം. ഈ സിനിമയ്ക്ക് ഒരു ഇൻട്രോ ഉണ്ട് മോനെ, മമ്മൂക്കയുടെ ഒരു ഇൻട്രോ ഉണ്ട്. കിടു പറഞ്ഞ വൺ കിടു സാധനം, യജാതി കിടു സാധനമായിരുന്നു. യൂഷ്വലി ആക്ടേഴ്സിന് ഈ മറ്റേ ഈവിൾനെസ് കാണിക്കാനും അല്ലെങ്കിൽ ഡെവിലിഷ് ആറ്റിറ്റ്യൂഡ് കാണിക്കണം വെച്ചാൽ കിടന്ന് അലറണം, സ്ക്രീം ചെയ്യണം. ഇങ്ങനെ ചെറിയൊരു ചിരിയിൽ അതിടും. ഇങ്ങനെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. കിടു സാധനമായിരുന്നു. വട്ടത്തിൽ പുകയൊക്കെ വിട്ടിട്ട് പേട്ട ഇൻട്രോ തന്നെ പടം ഹൈ മോഡിലോട്ട് അങ്ങോട്ട് കയറി. പിന്നീട് അങ്ങട് ശുഭരാത്രി ഗുഡ് നൈറ്റ്, ഇതാണ് അവസ്ഥ. നല്ല AC സുഖായി കിടന്നുറങ്ങാൻ പറ്റുന്ന അവസ്ഥ. ഒച്ചില്ലേ 3/3 സ്ലോത്തിന്റെ അവസ്ഥയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്. അത്രയും പതുക്കെയാണ് പോണത്. വെരി ബോറിംഗ്. മമ്മൂക്ക വരുന്ന ആ ഒരു സീൻസ് ഒഴിച്ച് ബാക്കിയൊക്കെ ബോറിംഗ് ആണ്. അജാതി ഉറക്കത്തിലോട്ട് നമ്മളെ തള്ളിവിടും. എന്നാ ഉറങ്ങാൻ സമ്മതിക്കില്ല. കാരണം ഇതിന്റെ BGM ഭയങ്കര ലൗഡാണ്. ജക് അവാർഡ് പടത്തിന് ജക് ഇട്ട് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? അതാണ് അവസ്ഥ. 10-30 നടിമാര് അല്ലെങ്കിൽ 10-30 പേരെ യൂസ് ചെയ്ത് കൊല്ലുന്ന ആളാണ് നമ്മുടെ സൈനൈഡ് മോഹനൻ. അങ്ങേരെ ലൈഫിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കഥ തന്നെയാണ് ഈ ദഹാദ്. നമ്മുടെ സോനാക്ഷി സിൻഹ, വിജയ് വർമ്മന്റെ ദഹാദ്, അതേപോലെ തന്നെ ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ്, ഇതൊക്കെ കണ്ടിട്ട് വെച്ചാൽ ഈ സിനിമയുടെ 95% നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ക്യാരക്ടേഴ്സ് പോലും അങ്ങനെയാണ്. 10-20 നടിമാരെ കാണിക്കുന്നുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കണ സാമ്പാർ. അതായത് സാമ്പാറിന്റെ കിറ്റ് മേടിക്കുമ്പോൾ കിട്ടില്ല. ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു കഷ്ണം കയ്പയ്ക്ക, ഒരു കഷ്ണം ബീട്രൂട്ട്, ഇത് ഒരു കഷ്ണം രജീഷ, ഒരു കഷ്ണം പരസ്പരം കൊഴുക്കട്ട ദീപ്തി, അതേപോലെ തന്നെ ഒരു കഷ്ണം വേറെ ഏതോ ഒരു നടി, ഒരു കഷ്ണം ചേന, ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ്. ഒന്നുമില്ല, അവർക്ക് ഒന്നുമില്ല. ഈവൻ ഭഗവതിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ 10-30 റിലേഷൻഷിപ്പും കാണിക്കില്ല. എന്നാൽ 1-2 റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെ അവര് വളച്ചെടുത്തു, അവര് തമ്മിൽ റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. ഇതിൽ അങ്ങനെയൊന്നുമില്ല. 1 മിനിറ്റ് മമ്മൂക്ക ഒരു പെണ്ണിന്റെ ഒപ്പം വെച്ചാൽ അടുത്ത മിനിറ്റ് വട്ടത്തിപ്പുക വിട്ടിട്ട് അടുത്ത പെണ്ണിന്റെ ഒപ്പം, 1 മിനിറ്റിൽ വീണ്ടും വട്ടത്തിപ്പുക വിടും അടുത്ത പെണ്ണിന്റെ ഒപ്പം, വട്ടത്തിപ്പുക വിടും അടുത്ത പെണ്ണിന്റെ ഒപ്പം. ഈവൻ ദഹാദിലും അതേപോലെ തന്നെ ഭഗവതിലും ഉള്ള ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കൊല്ലുന്ന ആ സീൻ വരെ ഡിറ്റോ ആണ്. ക്ലീഷയെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇന്റർവെൽ അഗെയിൻ പടം ഓൺ ആയി. ആ ക്ലീഷയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്താണ്, സെക്കൻഡ് ഹാഫ് ത്രില്ലില്ല. സെക്കൻഡ് ഹാഫ് അഗെയിൻ ശുഭരാത്രി ഗുഡ് നൈറ്റ്, ഇതാണ് അവസ്ഥ. പിന്നെ പടം ഒന്ന് ഓൺ ആവണത് ടുവേർഡ്സ് എൻഡ്, ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ മാത്രമാണ്. ആ ക്ലൈമാക്സ് പോർഷൻ നൈസ് ആയിരുന്നു. അവിടെ അഗെയിൻ അവർ ക്ലീഷയെ ബ്രേക്ക് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് ആ ഒരു കമേഴ്ഷ്യൽ സീൻ ബിറ്റ്വീൻ വിനായകൻ ആൻഡ് മമ്മൂക്ക, ദാറ്റ് വാസ് നൈസ്. ബാക്കി ഒന്നുമില്ലാത്ത പടം. മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ദിസ് മൂവി ഈസ് വെരി ബോറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ശോകം സ്ക്രീൻ പ്ലേ ആണ്. ഇവര് പരസ്പരം 1-2 ചെറിയ സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ബോറിംഗ് ആണ്. കാരണം എനിക്ക് ഇതിന്റെ കഥ ഫുൾ ആയിട്ട് അറിയാം. അതേപോലെ തന്നെ 95% അതേപോലെ തന്നെ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്ത് എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാവുക? വിനായകനൊക്കെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. എക്സ്ട്രീം ലെവൽ ആർട്ടിഫിഷ്യൽ. മമ്മൂക്ക നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഇത് എങ്ങേരുടെ മറ്റേ മാപ്പെരും നടികർ ലെവൽ പെർഫോമൻസ് ആണോ ചോദിച്ചാൽ നോ. ഇതിലും കൂടുതൽ അങ്ങേര് എത്രയോ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ആൻ ആവറേജ് പെർഫോമൻസ് ആൻഡ് ബിലോ ആവറേജ് പടം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദഹാദും ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസും കണ്ടിട്ടില്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം പുതിയൊരു സാധനം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മമ്മൂക്കയുടെ വില്ലനിസം പറയുമ്പോൾ ഞാൻ ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിച്ചു. ഇതിപ്പോ അങ്ങനെ വലിയ ഗംഭീര ലെവൽ വില്ലനിസം പരിപാടിയൊന്നും ഇല്ല. ആൻഡ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആ. ഉറങ്ങാനും പറ്റില്ല, അന്ന് ഉറക്കത്തിലോട്ട് പോവുകയും ചെയ്യും. ആ ഒരു അവസ്ഥയായിരുന്നു. എക്സെപ്റ്റ് എ ഫ്യൂ ഹൈ മൊമെന്റ്സ്, ദിസ് ഈസ് അട്ടർ ബോറിംഗ് ഫിലിം ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അപ്പൊ ആർക്ക് രജീഷയ്ക്ക് ഒന്നും പെർഫോം ചെയ്യില്ല, ആർക്കും. ഇവൻ ജിബിൻ ഗോപിനാഥ്, നമ്മുടെ DS ജിബിൻ ഗോപിനാഥിന് പോലും ഒന്നും വലിയ കാര്യത്തിൽ പെർഫോം ചെയ്യാനില്ല. സോ 2-2.5 മണിക്കൂറുണ്ട്. ക്ലീഷെ ബ്രേക്ക് ചെയ്ത് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. ക്ലീഷെ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇത് എവിടെയാണ് എൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം ഭഗവതിലും അതേപോലെ തന്നെ ദഹാദിലും ഒരു കൊച്ചു രക്ഷപ്പെടും, ആ കൊച്ചു കാരണമാണ് പിടിക്കപ്പെടുക. പക്ഷെ ഇത് അതിന്റെ ഇടയിൽ അവര് ചെറിയൊരു ക്ലീഷെ ബ്രേക്കിംഗ് കൊണ്ടുവന്നിട്ട് വലിച്ച് നീട്ടിയിട്ടുണ്ട് റബ്ബർ ബാൻഡ് പോലെ. ടുവേർഡ്സ് എൻഡ് ആ ഒരു പോർഷൻ കൊള്ളായിരുന്നു.
പേഴ്സണലി എനിക്കൊരു ബിലോ ആവറേജ് പടമായിട്ടാണ് തോന്നി. ചിലവർക്ക് ഇത് 1 കിടു പടമായിട്ട് തോന്നും. സോ ട്രൈ ഇറ്റ് ഔട്ട്.